ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ബി വോക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര വേളാങ്കണ്ണിയിലേക്കാണ്. തിരുവനന്തപുരത്ത് നിന്ന് വേളാങ്കണ്ണിയിലേക്ക് നമുക്ക് എങ്ങനെ എത്തിച്ചേരാം. അക്കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാം. കൊച്ചിയിൽ നിന്ന് വരുന്നവർക്കും ഈ റൂട്ട് തന്നെ സ്വീകരിക്കാം. പക്ഷേ കൊച്ചിയിൽ നിന്ന് വരുന്നവർ നേരെ മധുരയിൽ വന്ന് ജോയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ കൊച്ചിയിൽ നിന്നും മധുരയിലേക്ക് വരിക. മധുരയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേളാങ്കണ്ണിക്ക് എത്താൻ പറ്റും. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് ആകെ ഓടേണ്ട കിലോമീറ്റർ എന്ന് പറയുന്നത് 550 കിലോമീറ്ററാണ്. നമുക്ക് 510 കിലോമീറ്ററിൽ നമുക്ക് ഓടാം. പക്ഷെ അത് നമുക്ക് ചാർജിങ് അവൈലബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ റൂട്ട് നമുക്ക് പോസിബിൾ അല്ല. അപ്പം നമുക്ക് പോകാനുള്ള റൂട്ട് ഞാൻ പറയാം. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ വള്ളിയൂർ പോയി നമ്മുടെ ചാർജിങ് സ്റ്റേഷൻ, അതായത് കണ്ണൻ ഫ്യൂവൽസിൽ നമ്മൾ ചാർജ് ചെയ്യുന്നു. അവിടെ ടോപ്പപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരുനെൽവേലി ടൗണിൽ പോയി ചാർജ് ചെയ്യുന്നത് ഒഴിവാക്കിയിട്ട് നമുക്ക് നേരെ മധുരയ്ക്ക് പോകാൻ പറ്റും. അപ്പം ഞാൻ ഈ പറയുന്ന വാഹനങ്ങൾ ടിയാഗോ, ട്രിഗർ, അതുപോലെ തന്നെ നെക്സോൺ പ്രൈം 3 വാഹനങ്ങൾക്കാണ് ഇത് ബാധകമായിട്ടുള്ളത്. ബാക്കിയുള്ള വാഹനങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് ബാധകമല്ല. അപ്പോൾ നമ്മൾ തിരുനെൽവേലിയിൽ നമ്മൾ ചാർജ് ചെയ്യുന്നില്ല. അതിന് കാരണം വള്ളിയൂർ നമ്മൾ ടോപ്പപ്പ് ചെയ്തതുകൊണ്ടാണ് നമ്മൾ തിരുനെൽവേലി ചാർജ് ചെയ്യുന്നില്ല. നമ്മൾ അത് കഴിഞ്ഞാൽ നേരെ മധുരയിൽ പോകുന്നു. മധുര ഹോട്ടൽ ടെമ്പിൾ സിറ്റിയിൽ നമുക്ക് ചാർജിങ് സ്റ്റേഷൻ സിയോൺ ഉണ്ട്. നമ്മൾ അവിടെ രണ്ടാമത്തെ ചാർജിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് 65 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ തൃച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. അവിടെ ചാർജ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. എന്നിരുന്നാലും നമ്മൾ അവിടെ ചാർജ് ചെയ്യുന്നത് നല്ലതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തൃച്ചിയിൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലം എന്ന് പറയുന്നത് തഞ്ചാവൂരാണ്. തഞ്ചാവൂരിൽ നമുക്ക് ഹോട്ടൽ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൽ നമ്മുടെ സ്നേക്ക് ഫോർ EVയുടെ ചാർജിങ് മെഷീൻ സ്ഥാപിച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ ചാർജ് ചെയ്യാം. അവിടെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ വേളാങ്കണ്ണിക്ക് എത്താം. വേളാങ്കണ്ണിയിൽ എത്തിക്കഴിഞ്ഞാൽ ഹോട്ടൽ ഗോൾഡൻ സാൻഡിൽ സ്നേക്ക് ഫോർ EVയുടെ ഫാസ്റ്റ് ചാർജിങ് മെഷീൻ ഉണ്ട്. അവിടെ നമുക്ക് ചാർജ് ചെയ്ത് സ്ലോ ചാർജ് ആവശ്യമുണ്ടെങ്കിൽ അതും ചെയ്ത് മുന്നോട്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് 4 ചാർജിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചെറിയ വാഹനങ്ങൾ, അതായത് ബാറ്ററി കപ്പാസിറ്റി കുറഞ്ഞ ഈ വാഹനങ്ങളിൽ നമുക്ക് ചാർജ് ചെയ്ത് നമുക്ക് വേളാങ്കണ്ണിയിൽ എത്തിച്ചേരാം. അപ്പോൾ സുഖകരമായ യാത്രയാണ്. എന്നാൽ കൊച്ചിയിൽ നിന്ന് യാത്ര തിരിക്കുന്നവർ നേരെ പോവേണ്ടത് നമ്മൾ നേരെ ഡിണ്ടിഗൽ വരിക. ഡിണ്ടിഗൽ വരേണ്ട റൂട്ടെന്ന് പറയുന്നത് നമ്മൾ കൊച്ചിയിൽ നിന്ന് തിരിക്കുന്നു. കൊച്ചിയിൽ നിന്ന് തിരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കമ്പം തേനി വഴി നേരെ ഡിണ്ടിഗലെത്താം. ഡിണ്ടിഗൽ എത്തിക്കഴിഞ്ഞാൽ നേരെ മധുരയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ റൂട്ടിലൂടെ യാത്ര ചെയ്ത് വേളാങ്കണ്ണിയിലെത്താം. അപ്പോൾ വേളാങ്കണ്ണി യാത്ര സുഖകരമായിട്ട് നടക്കുവാൻ എല്ലാവർക്കും ഈ ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ ഈ പറഞ്ഞത് ഞാൻ ചാർജിങ് സ്റ്റേഷനുകളിൽ പോയി ചാർജ് ചെയ്തതിന് ശേഷമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കും തന്നെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഈ വേളാങ്കണ്ണിയിലും സ്നേക്ക് ഫോർ EVയുടെ ചാർജിങ് സ്റ്റേഷനാണ് ഉള്ളത്. നമുക്ക് അവിടെ ചാർജ് ചെയ്യുന്നതിന് യാതൊരു തടസ്സമില്ല. വേളാങ്കണ്ണി യാത്രയ്ക്ക് പുറപ്പെടുന്ന എല്ലാവർക്കും ശുഭയാത്ര നേരുന്നു. ഒപ്പം എന്തെങ്കിലും വേളാങ്കണ്ണി യാത്രയുമായി ബന്ധപ്പെട്ട് സംശയമുള്ളവർ, ചാർജിങ് സ്റ്റേഷനെ കുറിച്ച് സംശയമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ പറയുകയാണ്. 7907775409. ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ആ ചാർജിങ് സ്റ്റേഷനെ സംബന്ധിക്കുന്ന എല്ലാ ഡീറ്റെയിൽസുകളും പറഞ്ഞു തരാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ശുഭയാത്ര നേരുന്നു. നന്ദി, നമസ്കാരം.